നിങ്ങൾ BMI അടിസ്ഥാനമാക്കിയാണ് നിങ്ങളുടെ ഹെൽത്ത് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളൊരു പെർട്ടിക്കുലർ ഓർഡർ കൊടുത്തോളൂ, ആവശ്യം വരും. പൊതുവെ മെലിഞ്ഞ ആളുകൾക്ക് BMI അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ അവർക്ക് ബോഡി വെയിറ്റ് കുറവാണെങ്കിലും അവർ ഹെൽത്തി ആണെന്നൊരു ധാരണ അവർക്കുണ്ട്. എന്നാൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ആ തെറ്റായ ധാരണ മുഴുവൻ ഒരു ചീട്ടുകൊട്ടാരം പോലെ ഇടിഞ്ഞു വീഴുന്നത്. ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും പുതിയ പഠനപ്രകാരം വണ്ണം കുറഞ്ഞ ആളുകളിൽ ഇൻട്രാമസ്കുലർ ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലുണ്ടെങ്കിൽ ദേ ആർ ഹൈ റിസ്ക് ഓഫ് ഹാർട്ട് അറ്റാക്ക് ആൻഡ് ഹാർട്ട് ഫെയിലുവർ. അതിലും രസകരമായ അവർ കണ്ടെത്തിയത് ഓരോ പെർസെൻറ്റേജ് ബോഡി ഫാറ്റ് നിങ്ങളുടെ ശരീരത്തിൽ കൂടുന്നതിനനുസരിച്ച് 7% വരെ നിങ്ങൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടിക്കൊണ്ടിരിക്കുന്നു. 2021 സൗത്ത് ഇന്ത്യൻസിൽ മാത്രം നടത്തിയൊരു പഠനത്തിൽ സ്കിന്നി ഫാറ്റ് ഉള്ള ആളുകൾക്ക് നോർമൽ ആളുകളെക്കാൾ ടൈപ്പ് 2 ഡയബറ്റിക് ഉണ്ടാകാനുള്ള സാധ്യത 2.7% വരെ കൂടുതലാണ്. അനൽസ് ഓഫ് ഇന്റർനാഷണൽ മെഡിസിൻസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം നോർമൽ വെയിറ്റ് ആണെങ്കിലും സെൻട്രൽ ഒബേസിറ്റി കൂടുതലുള്ളവർക്ക്, അതായത് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ ഹൈ ആണെങ്കിൽ, ഹൈ BMI അതുപോലെ ഫാറ്റ് പെർസെൻറ്റേജ് താരതമ്യേന കുറവുമാണെങ്കിൽ അവരെക്കാൾ മരണസാധ്യത കൂടുതൽ ഈ സെൻട്രൽ ഒബേസിറ്റി ഉള്ളവർക്കായിരിക്കും. അതുകൊണ്ട് ഹെൽത്തിന്റെ അളവുകോൽ ഒരിക്കലും BMI മാത്രമല്ല, നിങ്ങളുടെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നിങ്ങൾ അനലൈസ് ചെയ്യേണ്ടതാണ്. എങ്ങനെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ, യൂസ് ദിസ് പിക്ചർ ആൻഡ് കമ്പയർ യുവർ സെൽഫ്. നിങ്ങൾക്ക് ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് കൂടുതലാണെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഡയറ്റും അതുപോലെ വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്യുക. വർക്കൗട്ടിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് വെയിറ്റ് ട്രെയിനിങ് തന്നെയാണ്. നമ്മളുടെ ഫെബ്രുവരി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ DM